മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ കെ.പി. വിശ്വനാഥൻ അന്തരിച്ചു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. സംസ്കാരം നാളെ ഉച്ചതിരിഞ്ഞ് 3-ന് പാറമേക്കാവ് ശാന്തിഘട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനുവരി 2-ന് തൃശൂരിലെത്തും. തേക്കങ്കാട് മൈതാനിയിൽ ബി.ജെ.പി. സംഘടിപ്പിക്കുന്ന സ്ത്രീ സംഗമം പരിപാടിയിൽ മോദി പങ്കെടുക്കും. വണ്ടിപ്പെരിയാർ കേസിൽ പോലീസ് അലംഭാവം കാട്ടിയെന്ന് ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് കെ. സുരേന്ദ്രൻ. പഴഞ്ഞി പെങ്ങാമുക്കിൽ വീടിന് തീപിടിച്ചു. തീപിടുത്തത്തിൽ വസ്ത്രങ്ങളും ഫർണിച്ചറും ഇലക്ട്രിക് ഉപകരണങ്ങളും കത്തിനശിച്ചു. ഭാരതീയ വിദ്യാനികേതൻ തൃശൂർ ജില്ലാ കലോത്സവത്തിന് തിരുവത്ര ശ്രീനാരായണ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ തുടക്കമായി. 26 സ്കൂളുകളിൽ നിന്നായി 1300ഓളം വിദ്യാർത്ഥികളാണ് കലോത്സവത്തിൽ മത്സരിക്കുന്നത്. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ കെ.പി. വിശ്വനാഥൻ അന്തരിച്ചു. അന്ത്യം ഡയാലിസിസിനിടെയുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്ന് ആദരാഞ്ജലികൾ അർപ്പിച്ച രാഷ്ട്രീയ സാംസ്കാരിക കേരളം. തൃശൂർ കുറുക്കഞ്ചേരി എലൈറ്റ് ആശുപത്രിയിൽ ഡയാലിസിസ് നടത്തുന്നതിനിടെ കാർഡിയാക് അറസ്റ്റിനെ തുടർന്നായിരുന്നു വെള്ളിയാഴ്ച രാവിലെ 9:30 അന്ത്യം സംഭവിച്ചത്. വൃക്ക ചികിത്സയുടെ ഭാഗമായി 8 വർഷത്തോളമായി ഡയാലിസിസ് ചെയ്തു വരികയായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ 8:00 പാട്രായ്ക്കലിലെ വസതിയിൽ നിന്ന് കെ.പി. വിശ്വനാഥൻ ഡയാലിസിസിനായി ആശുപത്രിയിലെത്തിയത്. കഴിഞ്ഞ മാസം സ്ട്രോക്ക് വന്നതിനെ തുടർന്ന് 21 ദിവസം എലൈറ്റ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ശേഷം കഴിഞ്ഞയാഴ്ചയാണ് ആരോഗ്യം വീണ്ടെടുത്ത് കെ.പി. വീട്ടിൽ തിരിച്ചെത്തിയത്. വ്യാഴാഴ്ചയുൾപ്പെടെ ഊർജ്ജസ്വലനായി കാണാനെത്തിയ നേതാക്കളും പ്രവർത്തകരുമായി ഇടപഴകിയിരുന്നു. മരണവാർത്ത അറിഞ്ഞയുടൻ മുൻ MLA ടി.വി. ചന്ദ്രമോഹൻ, KPCC ജനറൽ സെക്രട്ടറി സുനിൽ അന്തിക്കാട്, അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് തുടങ്ങിയവരും മറ്റു നേതാക്കളും പ്രവർത്തകരും ആശുപത്രിയിലെത്തി. അദ്ദേഹത്തിൻ്റെ വേർപാട് തൃശ്ശൂർ ജില്ലയിലെ കോൺഗ്രസ്സിന് തീർത്തും വലിയ നഷ്ടം തന്നെയാണ്. കാരണം എത്രയോ വർഷങ്ങളായി തൃശ്ശൂർ ജില്ലയുടെ നേതൃത്വത്തിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. മന്ത്രിയായിട്ടും MLA ആയിട്ടും പാർട്ടി നേതാവായിട്ടുമൊക്കെ ഞങ്ങളോടൊപ്പം തന്നെ എത്രയോ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ആളാണ്. മാത്രമല്ല സംസ്ഥാന തലത്തിലും അദ്ദേഹത്തിന് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിർണായകമായ സ്വാധീനം ഉണ്ടായിരുന്നു. തുടർന്ന് 11 മണിയോടെ പാട്രായ്ക്കലിലെ വസതിയിലെത്തിച്ച ഭൗതികദേഹത്തിൽ മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ, മുൻ MLA P.A. മാധവൻ, മുൻ DCC പ്രസിഡന്റ് അബ്ദുറഹ്മാൻ കുട്ടി തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസ് പതാക പുതപ്പിച്ചു. ശ്രീ കേരളവർമ്മ കോളേജിൽ പഠനകാലം തൊട്ടേ സുഹൃത്തായിരുന്ന കെ.പി. സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമായിരുന്നെന്ന് മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ അനുസ്മരിച്ചു. കേരളവർമ്മ കോളേജിലെ ഒരേ കാലത്ത് പ്രവർത്തിച്ച വിദ്യാർത്ഥികളെന്ന നിലയ്ക്ക് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വളർന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായി, കോൺഗ്രസിൻ്റെ സമുന്നത നേതാവായി വർഷങ്ങളോളം പ്രവർത്തിച്ച രാഷ്ട്രീയ പാരമ്പര്യമാണ് അദ്ദേഹത്തിനുള്ളത്. കുന്നംകുളം നിയോജകമണ്ഡലത്തിൽ 2 പ്രാവശ്യം, കൊടകരയിൽ 4 പ്രാവശ്യം, അങ്ങനെ 6 ടേം MLA ആയി ജനപ്രതിനിധിയായി പ്രവർത്തിച്ചു. ഒരു മാതൃകാ ജനപ്രതിനിധി നിലയ്ക്ക് എല്ലാവരുടെയും സന്തോഷവും അഭിനന്ദനവും വാങ്ങിയ ഒരാളാണ്. നല്ല സംഘാടകനും ഊർജ്ജസ്വലനുമായ നേതാവായിരുന്നു കെ.പി. എന്ന് മുൻ MLA P.A. മാധവൻ അനുസ്മരിച്ചു. വളരെ തൊട്ടടുത്ത് ഇടപഴകി സംഘടനയിൽ നേതൃത്വം അംഗീകരിച്ച് പോകാൻ എനിക്ക് ഇക്കാലം അത്രയും സാധിച്ചിട്ടുണ്ട്. സ്വാഭാവികമായി അപ്രതീക്ഷിതമായൊരു വിയോഗമാണ് കെ.പി. തൃശ്ശൂർ ജില്ലയിലെ കേരളത്തിൽ തന്നെ തലയെടുപ്പുള്ള കോൺഗ്രസ് നേതാക്കളിൽ മുൻപന്തിയിലാണ് കെ.പി. വിശ്വനാഥൻ. കടുകട പല കാര്യങ്ങളിലും ആളുകൾ പ്രതീക്ഷിച്ച വിട്ടുവീഴ്ച, ഒരിക്കൽ പോലും കടുകട വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ലാത്ത നോൺ കോംപ്രമൈസിംഗ് ആയിട്ടുള്ള സമീപനമാണ് കെ.പി. സംഘടനാ കാര്യങ്ങളിൽ ഉടനീളം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു നഷ്ടം തൃശ്ശൂർ ജില്ലയ്ക്ക് നികത്താൻ കഴിയുമെന്ന് വിശ്വാസമില്ല. അപരിഹാര്യമായ ആ നഷ്ടത്തിന് മുമ്പിൽ തലകുമ്പിട്ട് നമസ്കരിക്കുക. മുൻ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ്, T. സിദ്ദിഖ് MLA, KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട്, DCC വൈസ് പ്രസിഡന്റുമാരായ CO. ജേക്കബ്, ജോസഫ് ടാജറ്റ് തുടങ്ങി നേതാക്കളും പ്രവർത്തകരുമായ നിരവധി പേർ അന്തിമോപചാരം അർപ്പിക്കാനെത്തി. ഭൗതികദേഹം വെള്ളിയാഴ്ച വൈകിട്ട് പുതുക്കാട് ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ചു. ശനിയാഴ്ച രാവിലെ മുതൽ ഉച്ചവരെ തൃശൂർ DCC ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കും. 2-ന് വസതിയിലെ സംസ്കാര കർമ്മങ്ങൾക്ക് ശേഷം 3-ന് പാറമേക്കാവ് ശാന്തിഘട്ടിൽ സംസ്കരിക്കും. TCV ന്യൂസ്, തൃശൂർ. കെ.പി. വിശ്വനാഥൻ വിടവാങ്ങുമ്പോൾ തൃശൂരിന് നഷ്ടമാകുന്നത് മികച്ച ഒരു സഹകാരിയെ കൂടിയാണ്. തൃശൂരിൽ ആദ്യമായി സഹകരണ മേഖലയിൽ
ഒരു കോളേജ് സ്ഥാപിച്ചത് KP വിശ്വനാഥനായിരുന്നു. 1953 കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് തൃശ്ശൂരിൽ സ്ഥാപിതമാവുന്നത്. 2004 തൃശ്ശൂർ പാടൂക്കാട് 3.5 ഏക്കർ ഭൂമിയിൽ CBSE സ്കൂൾ തുടങ്ങുകയും പിന്നീടത് ഹൈസ്കൂളായി മാറി നല്ല നിലയിൽ ഇപ്പോൾ പ്രവർത്തിച്ചു വരികയുമാണ്. കോളേജിൻ്റെയും സ്കൂളിൻ്റെയും ഭരണം നടത്തുന്ന തൃശ്ശൂർ താലൂക്ക് എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ നിലവിലെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. കോളേജിൻ്റെ ആരംഭം മുതൽ 25 വർഷം തുടർച്ചയായി ഈ സംഘത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചത് KP വിശ്വനാഥൻ തന്നെയായിരുന്നു. 30 വർഷം ഈ സംഘത്തിൻ്റെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചു. കേരളത്തിലെ സഹകരണ വിദ്യാഭ്യാസ മേഖലയ്ക്ക് സംഭവിച്ച ഒരു കനത്ത നഷ്ടം കൂടിയാണ് KP വിശ്വനാഥൻ്റെ വിയോഗം. TCV ന്യൂസ്, തൃശ്ശൂർ. തന്നെക്കുറിച്ച് ഹൈക്കോടതി പരാമർശമുണ്ടായ ഉടൻ മന്ത്രിസ്ഥാനത്തുനിന്ന് രാജി പ്രഖ്യാപിച്ച KP വിശ്വനാഥിനെ അനുസ്മരിച്ച് മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ. KPയുടെ രാജി സ്വീകരിക്കേണ്ടി വന്നത് തന്റെ ജീവിതത്തിലെ നിർഭാഗ്യകരമായ സംഭവമായിരുന്നുവെന്ന് തേറമ്പിൽ രാമകൃഷ്ണൻ പറഞ്ഞു. ഒരു കേസിൽ ഹൈക്കോടതി ഒരു പരാമർശം എന്തോ ഒരു നേരിയ സൂചന ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു എന്നതിൻ്റെ കാരണത്തിൽ പെട്ടെന്ന് വികാരഭരിതനായി അദ്ദേഹം രാജിവെക്കുകയാണ് ഉണ്ടായത്. സത്യം പറഞ്ഞാൽ പ്രതിപക്ഷം പോലും ഞെട്ടിപ്പോയൊരു സംഭവമായിരുന്നു. കാരണം ആരും പ്രതീക്ഷിക്കാത്ത പെട്ടെന്നുണ്ടായ ഒരു പ്രതികരണമായിരുന്നു അത്. വ്യക്തിപരമായി പറഞ്ഞാൽ ഞാൻ സ്പീക്കറായിരുന്ന കാലത്താണ് ഇത് സംഭവിച്ചത്. ആ രാജിക്കത്ത് വാങ്ങാനുള്ള നിർഭാഗ്യവും എനിക്കുണ്ടായി എന്നതാണ് ഏറ്റവും വേദനാജനകം. ഒരുപക്ഷെ ശുദ്ധമായ രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമായി KP മാറിയത് അന്നാണ്. കാരണം വളരെ നിസ്സാരമായ ഒരു ആരോപണം അത് ഉന്നയിച്ചപ്പോഴും പ്രസ് ചെയ്യാത്തൊരു സാഹചര്യത്തിൽ ഭരണാധികാരി ആരോപണത്തിൽ നിന്ന് ഉപരിയായിരിക്കണം എന്ന വലിയൊരു ചിന്തയുടെ വക്താവായി രാജിവെച്ച് കേരള രാഷ്ട്രീയത്തിൽ എന്നും ഒരു സമാനമില്ലാത്ത മാതൃകയായി KP തിളങ്ങുന്നു എന്നതാണ് കാര്യം. ജനുവരി 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂർ തേക്കിങ്ങാട് മൈതാനിൽ നടക്കുന്ന സ്ത്രീ ശക്തി സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ തൃശൂർ BJP ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പാർലമെന്റിൽ വനിതാ സംവരണ ബിൽ പാസാക്കിയ ശേഷം നരേന്ദ്രമോദിയെ അനുമോദിച്ച് നടക്കുന്ന ആദ്യ സമ്മേളനത്തിൽ വിവിധ മേഖലയിലുള്ള 2 ലക്ഷത്തിലധികം സ്ത്രീകൾ പങ്കെടുക്കും. സംസ്ഥാനത്തെ സ്ത്രീ സുരക്ഷ ഏറ്റവും അവതാളത്തിലായ കാലമാണിതെന്നും അതിന് തെളിവാണ് വണ്ടിപ്പെരിയാർ സംഭവത്തിൽ DYFI നേതാവായ പോക്സോ കേസ് പ്രതിയെ കോടതി വെറുതെ വിട്ടതെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. പട്ടികജാതി വകുപ്പ് പ്രകാരം രജിസ്റ്റർ ചെയ്യേണ്ട കേസായിരുന്നു ഇത്. സംസ്ഥാന ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിയുടെ വീഴ്ചയാണിതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. വാളയാർ കേസിലും അട്ടപ്പാടി മധു കേസിലും ഇതാണ് സംഭവിച്ചത്. ഇപ്പോൾ സമാനമായ സംഭവമാണ് വണ്ടിപ്പെരിയാർ കേസിലും ഉണ്ടായിരിക്കുന്നത്. കേരളത്തിന്റെ പ്രതിച്ഛായയ്ക്ക് യോജിച്ച വിധിയല്ലിതെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പോലീസിനെതിരെ നടപടിയെടുക്കുമോ എന്നും സുരേന്ദ്രൻ ചോദിച്ചു. വണ്ടിപ്പെരിയാറിൽ കണ്ടിരിക്കുന്നത് ഒരു പാവപ്പെട്ട ദളിത് പെൺകുട്ടിയെ അതിഭീകരമായി ബലാത്സംഗം ചെയ്ത് കൊല ചെയ്ത DYFI പ്രവർത്തകനെ കോടതി വെറുതെ വിട്ടിരിക്കുകയാണ്. തെളിവുകൾ സമാഹരിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. സമാഹരിച്ച തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയില്ല. ശാസ്ത്രീയമായ തെളിവെടുപ്പ് പോലീസ് നടത്തിയില്ല. ഗുരുതരമായ കണ്ടെത്തലുകളാണ് കോടതി വിധിയിൽ തന്നെ ഉള്ളത്. പ്രതി അറിയപ്പെടുന്ന ഒരു CPM നേതാവാണ്, DYFI ഭാരവാഹിയാണ്. അതുകൊണ്ടാണ് വണ്ടിപ്പെരിയാറിലെ പെൺകുട്ടിയുടെ കേസ് വെറുതെ വിട്ട കേസായി മാറിയത്. പോലീസിൻ്റെ വീഴ്ച എന്ന് പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പിൻ്റെ ദയനീയ പരാജയമാണ് വണ്ടിപ്പെരിയാറിൽ കണ്ടത്. ഉത്തരം പറയേണ്ടത് മറ്റാരുമല്ല, പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ജനുവരി മാസം 2-ാം തീയതി കേരളം ഇന്നേ വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സ്ത്രീ ശക്തി സംഗമത്തിന് തൃശ്ശൂരിൽ വരികയാണ്. സർക്കാരിന്റെ സ്ത്രീ ശാക്തീകരണം വാക്കുകളിൽ ഒതുങ്ങുന്ന പ്രചാരണ വേല മാത്രമാണ്. നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി പറയുന്നത് വസ്തുതയില്ലാത്ത കാര്യങ്ങളാണ്. പച്ചക്കള്ളം പറഞ്ഞ് കേന്ദ്രവിരുദ്ധ വികാരം പ്രചരിപ്പിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. കേരളത്തിന് എന്തധികം ലഭിച്ചാലും സന്തോഷമാണെന്നും സർക്കാർ കടം വാങ്ങി ദൂർത്തടിച്ചിട്ടാണ് കേന്ദ്രത്തെ കുറ്റം പറയുന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. TCV തൃശൂർ.
പഴഞ്ഞി പെങ്ങാമുക്കിൽ വീടിന് തീപിടിച്ചു. പെങ്ങാമുക്ക് ഹൈസ്കൂളിന് സമീപം തനിച്ച് താമസിക്കുന്ന കുഞ്ഞുകുട്ടിയുടെ വീടിനാണ് തീപിടിച്ചത്. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. ആളപായമില്ല. വീടിനുള്ളിൽ നിന്ന് പുക ഉയർന്ന നിമിഷങ്ങൾക്കകം തീ ആളിപ്പടർന്നു. തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ തീ അണയ്ക്കാൻ ശ്രമം നടത്തിയെങ്കിലും വിഫലമായതിനെ തുടർന്ന് കുന്നംകുളം അഗ്നിരക്ഷാസേനയെ വിവരം അറിയിക്കുകയായിരുന്നു. സ്റ്റേഷൻ ഓഫീസർ ബി വൈശാഖിന്റെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് തീ അണച്ചത്. വീടിന്റെ ചുവരുകൾ തകർന്നു വീഴുകയും വീട്ടിൽ സൂക്ഷിച്ച വസ്ത്രങ്ങളും ഫർണിച്ചറും ഇലക്ട്രോണിക് ഉപകരണങ്ങളും കത്തിനശിക്കുകയും ചെയ്തു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം എന്നാണ് പ്രാഥമിക നിഗമനം. ഭാരതീയ വിദ്യാനികേതൻ തൃശൂർ ജില്ലാ കലോത്സവത്തിന് തിരുവത്ര ശ്രീനാരായണ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ തുടക്കമായി. മുൻ DGP ജേക്കബ് തോമസ് കലോത്സവം ഉദ്ഘാടനം ചെയ്തു. കലാമണ്ഡലം ഹൈമാവതി ഭദ്രദീപം തെളിയിച്ചു. ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ പ്രസിഡന്റ് KS ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഭാരതീയ വിദ്യാഭവൻ സംസ്ഥാന ഉപാധ്യക്ഷൻ M വേണുഗോപാൽ, ഭാരതീയ വിചാരകേന്ദ്ര മധ്യമേഖലാ ജനറൽ സെക്രട്ടറി ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. 26 സ്കൂളുകളിൽ നിന്നായി 1300ഓളം വിദ്യാർത്ഥികളാണ് കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത്. 7 വേദികളായാണ് മത്സരങ്ങൾ നടക്കുന്നത്. കലോത്സവം നാളെ വൈകിട്ട് സമാപിക്കും. ശ്രീനാരായണപുരം പള്ളിനടയിൽ ബസ്സിടിച്ച് സൈക്കിൾ യാത്രികൻ മരിച്ചു. കൊടുങ്ങല്ലൂർ ലോകമല്ലേശ്വരം സ്വദേശി പുളിക്കത്ര വീട്ടിൽ 70 വയസ്സുള്ള അയ്യപ്പനാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ടായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ അയ്യപ്പനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ഇന്ന് പുലർച്ചെ മരണം സംഭവിച്ചു. മതിലകം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കുന്നംകുളം തൃശൂർ റോഡിലെ ബദനി സ്കൂളിന് സമീപം കണ്ടെയ്നർ ലോറിയും മിനി പിക്കപ്പ് ലോറിയും കൂട്ടിയിടിച്ച അപകടം. മിനി പിക്കപ്പ് ലോറി ഡ്രൈവർക്ക് പരിക്കേറ്റു. ഞമ്മനങ്ങാട് സ്വദേശി മണികണ്ഠനാണ് പരിക്കേറ്റത്. ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് അപകടമുണ്ടായത്. തൃശൂർ ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന മിനി പിക്കപ്പ് ലോറിയും കുന്നംകുളം ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന കണ്ടെയ്നർ ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. പേരാമംഗലം ഹൈവേ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. അപകടത്തിൽ മിനി പിക്കപ്പ് ലോറിയുടെ മുൻവശം പൂർണ്ണമായും കണ്ടെയ്നർ ലോറിയുടെ മുൻവശം ഭാഗികമായും തകർന്നു. തൃശൂർ കോർപ്പറേഷനിലെ അമൃത് മാസ്റ്റർ പ്ലാനിന് മറവിലുള്ള തട്ടിപ്പ് സംസ്ഥാനത്തെ മന്ത്രി കൂടി അറിഞ്ഞുള്ള തട്ടിപ്പാണെന്നും വിശദമായ അന്വേഷണം നടത്തിയാൽ മേയർ അടക്കമുള്ള CPM നേതാക്കൾ അഴിമതി കേസിൽ പ്രതിയാകുമെന്നും BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ ആരോപിച്ചു. 56 കോടിയുടെ അമൃത് ഫണ്ട് ഉപയോഗിച്ചുള്ള പീച്ചി കുടിവെള്ള പദ്ധതിയിൽ വലിയ തരത്തിലുള്ള അഴിമതി നടന്നുവെന്ന BJPയുടെ ആരോപണത്തിലാണ് കേന്ദ്ര സർക്കാർ അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. 56 കോടിയിൽ 20.4 കോടി രൂപ വ്യാജ വൗച്ചറും ബില്ലും വെച്ച് തട്ടാനാണ് കോർപ്പറേഷൻ തീരുമാനിച്ചത്. ഇറക്കാത്ത പൈപ്പിന്റെ പേരിൽ പണം തട്ടാനുള്ള ശ്രമം തടഞ്ഞ സെക്രട്ടറിയുടെ പരാതിയിൽ അന്വേഷണം നടത്താതെ അദ്ദേഹത്തെ സ്ഥലം മാറ്റുകയാണ് ചെയ്തതെന്നും സമാന രീതിയിൽ മറ്റെല്ലാ പദ്ധതികളിലും തട്ടിപ്പ് നടന്നതായി BJP സംശയിക്കുന്നതായും അനീഷ് കുമാർ പറഞ്ഞു. 56 കോടി രൂപയുടെ അമൃത് ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ള പീച്ചി കുടിവെള്ള പദ്ധതിയിൽ വലിയ തരത്തിലുള്ള അഴിമതി നടന്നു എന്നുള്ള BJPയുടെ ആക്ഷേപത്തിൽ കേന്ദ്ര സർക്കാർ അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. 56 കോടി രൂപ ചെലവഴിച്ചുള്ള പദ്ധതിയിൽ 20.4 കോടി രൂപ വ്യാജ വൗച്ചറും ബില്ലും വെച്ച് തട്ടാൻ വേണ്ടിയിട്ടാണ് തൃശൂർ കോർപ്പറേഷൻ തീരുമാനിച്ചത്. ഇറക്കാത്ത പൈപ്പിന്റെ പേരിൽ പണം തട്ടാനുള്ള ശ്രമം നടന്ന സമയത്ത് അതിനെതിരായിട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറിക്ക് കോർപ്പറേഷൻ സെക്രട്ടറി പരാതി നൽകുകയും അങ്ങനെ ആ പരാതി കിട്ടിയ സമയത്ത് പരാതി ഉന്നയിച്ച കോർപ്പറേഷൻ സെക്രട്ടറിയെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്ഥലം മാറ്റുകയാണ് ചെയ്തത്. അമൃത് മാസ്റ്റർ പ്ലാനിന്റെ മറവിലുള്ള തട്ടിപ്പ് അത് സംസ്ഥാനത്തെ മന്ത്രി കൂടി അറിഞ്ഞിട്ടുള്ള തട്ടിപ്പാണ്. അതല്ലെങ്കിൽ ഇത്തരത്തിലൊരു അഴിമതി ഇറക്കാത്ത പൈപ്പിന്റെ പേരിൽ വ്യാജ ബില്ലും വൗച്ചറും ഉപയോഗിച്ച് അഴിമതി നടക്കുമ്പോൾ ആ കാര്യം ഒരു കോർപ്പറേഷൻ സെക്രട്ടറി ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് അന്വേഷണം നടത്താതെ അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിച്ച കോർപ്പറേഷൻ സെക്രട്ടറിയെ സ്ഥലം മാറ്റുക എന്ന് പറയുമ്പോൾ ഇത് CPMന്റെ പാർട്ടി നേതൃത്വവും മന്ത്രിയും കോർപ്പറേഷൻ ഭരിക്കുന്ന മേയറും എല്ലാവരും ചേർന്ന് ഒരുമിച്ച് നടത്തിയിട്ടുള്ള തട്ടിപ്പാണ് എന്ന് വളരെ വ്യക്തമാവുകയാണ്. ശബരിമല വിഷയത്തിൽ സർക്കാരിന്റെ അനാസ്ഥ ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് എടമുട്ടത്ത് തേങ്ങയുടച്ച യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് വലപ്പാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തേങ്ങയുടച്ച് പ്രതിഷേധിച്ചത്. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ സമരം ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സുജിൻ കരിപ്പായി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ബിനോയ് ലാൽ, യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് യേതു കൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് കിരൺ തോമസ്, കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് CV വികാസ്, വലപ്പാട് പഞ്ചായത്ത് അംഗം അജ്മൽ ഷെരീഫ് എന്നിവർ സംസാരിച്ചു. ഇളം കൈകളിൽ കടിഞ്ഞാൺ ഭദ്രം. കുഞ്ഞു ഐഷയുടെ കുതിരസവാരി വൈറൽ.
ഐഷ തൻഹ എന്ന വിദ്യാർത്ഥിനിയുടെ സ്കൂളിലേക്കുള്ള യാത്ര കുതിരപ്പുറത്താണ്. അഴീക്കോട് പുത്തൻപള്ളി ബീച്ച് റോഡിലുള്ള വീട്ടിൽ നിന്നും ഗവൺമെന്റ് UP സ്കൂളിലേക്ക് മിക്ക ദിവസങ്ങളിലും സ്വന്തം കുതിരപ്പുറത്താണ് ഈ UKG വിദ്യാർത്ഥിനി സവാരി നടത്തുന്നത്. 5 വയസ്സുകാരി ഐഷ തൻഹയുടെ ഉറ്റ ചങ്ങാതിയാണ് 4.5 വയസ്സുകാരി ഹൈറ എന്ന കുതിര. 3 മാസം പ്രായമുള്ളപ്പോഴാണ് ഐഷ ആദ്യമായി കുതിരപ്പുറത്ത് കയറിയത്. കുതിരക്കമ്പക്കാരനായ വാപ്പ താഹിർ അഴീക്കോടാണ് ഐഷയെ കുതിരസവാരി പഠിപ്പിച്ചത്. കുഞ്ഞായിരിക്കുമ്പോൾ മുതൽക്കേ കുതിരയുമായി ഇണങ്ങിയ ഐഷ ഇപ്പോൾ യാതൊരു പേടിയുമില്ലാതെ ഹൈറയെ നിയന്ത്രിച്ച് സവാരി നടത്തുന്നുണ്ട്. വാഹനത്തിരക്കേറിയ റോഡിലൂടെ ഐഷ സവാരി നടത്തുമ്പോൾ താഹിറും കൂടെയുണ്ടാകും. ഞാൻ ഈ റൈഡിങ് ക്ലാസ്സിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് വേണം അടുത്ത കുട്ടികളും ഇതേപോലെ വരാനായിട്ട്. എല്ലാവരും കുതിരനെ ഓടിക്കണം എന്നുള്ള ആഗ്രഹമാണ്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തന്നെ കുതിര വരും. ആ ടൈമിനൊക്കെ അവൾ പ്രാക്ടീസ് ചെയ്യാൻ കൊടുക്കാറുണ്ട്. ഇപ്പോൾ കണ്ടിന്യൂ ആയിട്ട് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സിൽ പോകും. ഫസ്റ്റിലെ കുതിരപ്പുറത്ത് കയറ്റില്ല. ഫസ്റ്റിലെ അതിനുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും. കുതിര എങ്ങനെയാണ്, കുതിരനെ കൺട്രോൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ കുതിരൻ്റെ മേലെ കയറ്റാണ്ട് തന്നെ അതിനെ പ്രാക്ടീസ് കൊടുക്കും. അത് കഴിഞ്ഞിട്ടാണ് കുതിരയുടെ പുറത്ത് നമ്മൾ കയറ്റി തുടങ്ങണത്. 10 വർഷത്തിലധികമായി താഹിർ കുതിരയെ വളർത്തുന്നുണ്ട്. നിലവിൽ ഹൈറയുടെ കുഞ്ഞ് റാംബോയും ഉൾപ്പെടെ 3 കുതിരകൾ താഹിറിന്റെ പക്കലുണ്ട്. വൈകാതെ കുതിര സവാരി പരിശീലനം ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് താഹിർ. തീരമേഖലയിലെ സ്നേക്ക് റെസ്ക്യൂ പ്രവർത്തകൻ കൂടിയാണ് താഹിർ. 5 വയസ്സുകാരി ഐഷയുടെ കുതിര സവാരിയും അവളുടെ കടിഞ്ഞാൺ നിയന്ത്രണത്തിൽ അനുസരണയോടെ നടക്കുന്ന ഹൈറയും നാട്ടുകാർക്ക് കൗതുക കാഴ്ചയായി മാറുകയാണ്. TCV കൊടുങ്ങല്ലൂർ. ഗതാഗത നിയമലംഘനത്തിന് കർശന നടപടികളുമായി ഗതാഗത വകുപ്പ്. നിയമങ്ങൾ കർശനമാക്കിയതോടെ ഡ്രൈവിംഗ് ലൈസൻസ് നഷ്ടമാക്കുന്നവരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധന. ഈ വർഷം സെപ്റ്റംബർ വരെ വിവിധ കുറ്റകൃത്യങ്ങൾക്ക് 17,545 പേരുടെ ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് സസ്പെൻഡ് ചെയ്തു. 2022 13,078 ലൈസൻസുകളാണ് സസ്പെൻഡ് ചെയ്തത്. 2019 കേന്ദ്ര മോട്ടോർ വാഹന നിയമ ഭേദഗതിക്ക് ശേഷമാണ് ശിക്ഷ കർശനമാക്കിയത്. പോലീസും മോട്ടോർ വാഹന വകുപ്പും എടുക്കുന്ന കേസുകൾക്ക് പുറമെ കോടതികളും ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നുണ്ട്. 3 മാസം മുതൽ 1 വർഷം വരെയാണ് സാധാരണ സസ്പെൻഷൻ കാലാവധി. ശിക്ഷാ കാലയളവിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശീലന ക്ലാസിൽ പങ്കെടുത്താൽ മാത്രമേ ലൈസൻസ് പുനഃസ്ഥാപിക്കൂ. ഉദ്ഘാടനം നടത്തിയ 1 വർഷം പിന്നിട്ടിട്ടും പഴയന്നൂരിലെ ഷീ ലോഡ്ജ് തുറന്നുകൊടുത്തില്ല. പഴയന്നൂർ പഞ്ചായത്ത് പരിധിയിൽ ജോലിക്കായും മറ്റും വരുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതമായി താമസിക്കാൻ ഒരിടം എന്ന ലക്ഷ്യത്തോടെയാണ് പഴയന്നൂരിൽ ഷീ ലോഡ്ജ് നിർമ്മിച്ചത്. 2022 മന്ത്രി കെ രാധാകൃഷ്ണനാണ് പഴയന്നൂരിലെ ഷീ ലോഡ്ജിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. 40 ലക്ഷം രൂപ ചിലവഴിച്ച് പഞ്ചായത്തിലെ 4-ാം വാർഡിലാണ് ഷീ ലോഡ്ജ് പണി കഴിപ്പിച്ചത്. വള്ളിപ്പടർപ്പുകൾ പടർന്നു പിടിച്ചും കെട്ടിടം പൊടി പിടിച്ചും ലക്ഷങ്ങൾ ചിലവാക്കി നിർമ്മിച്ച കെട്ടിടം നിലവിൽ കാട് പിടിച്ച നിലയിലാണ്. ചെണ്ടകലാകാരൻ കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം മുകുന്ദൻ മാരാർ അന്തരിച്ചു. 74 വയസ്സായിരുന്നു. പാർമേക്കാവിലെ വലന്തല ചെണ്ടകലാകാരനായിരുന്നു. ഏകദേശം 25 വർഷത്തോളം പാർമേക്കാവിന്റെ മേളങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ശാരീരിക അസ്വസ്ഥത മൂലം 2 വർഷം മുൻപ് വിരമിച്ചു. പാർമേക്കാവിന്റെ തിമില കലാകാരൻ കോട്ടപ്പുറം ഉണ്ണികൃഷ്ണനാണ് മകൻ. പഞ്ചവാദ്യ പ്രമാണി പരക്കാട് തങ്കപ്പ മാരാരുടെ സഹോദരിയുടെ ഭർത്താവുമാണ് മുകുന്ദൻ മാരാർ. സർക്കാർ ജീവനക്കാരും അധ്യാപകരും ജനുവരി 24 നടക്കുന്ന പണിമുടക്കിന്റെ പ്രചരണാർത്ഥം സെറ്റോ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വാഹന പ്രചരണ ജാഥയ്ക്ക് തൃശൂരിൽ സ്വീകരണം നൽകി. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ സ്വീകരണ സമ്മേളനം DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. സെറ്റോ ജില്ലാ ചെയർമാൻ KV സനൽകുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി VM ഷൈൻ, NGO ജില്ലാ പ്രസിഡന്റ് MO ഡെയ്സൺ, KPSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാഹിദ റഹ്മാൻ എന്നിവർ സംസാരിച്ചു. പെരുമ്പിലാവ് പട്ടാമ്പി റോഡിൽ സംസ്ഥാന പാതയോട് ചേർന്ന് നിൽക്കുന്ന ഉണങ്ങിയ മരം യാത്രക്കാർക്കും നാട്ടുകാർക്കും ഭീഷണിയാകുന്നു. 20 അടിയോളം ഉയരമുള്ള മരത്തിന്റെ ചിലകൾ മുഴുവൻ ഉണങ്ങിയ നിലയിലാണ്. മരം പൊട്ടി വീഴുമെന്ന ഭീതിയിൽ ഇതിന്റെ അടിയിലുണ്ടായിരുന്ന വഴിയോര മത്സ്യക്കച്ചവടങ്ങൾ മറ്റിടങ്ങളിലേക്ക് മാറ്റി. മരം വെട്ടിമാറ്റി അപകട ഭീഷണി ഒഴിവാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. സംസ്ഥാന പാതയിൽ പെരുമ്പിലാവ് മുതൽ കടവല്ലൂർ വരെ ഇത്തരത്തിൽ ഒട്ടേറെ മരങ്ങൾ ജനങ്ങൾക്ക് ഭീഷണിയായി നിൽക്കുന്നുണ്ട്. ഉപജില്ലാ കലോത്സവം LP വിഭാഗം സർക്കാർ സ്കൂളിൽ 1ാം സ്ഥാനം നേടിയ അണ്ടത്തോട് ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥി പ്രതിഭകൾക്കും വിജയശില്പികളായ അധ്യാപകർക്കും PTA സ്കൂൾ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദനം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം PS അലി ഉദ്ഘാടനം നിർവഹിച്ചു. വടക്കേക്കാട് സിവിൽ പോലീസ് ഓഫീസർ റോഷ്നി, HM ഇൻചാർജ് സൈഫുനിസ, PTA പ്രസിഡന്റ് നവാസ് അണ്ടത്തോട്, SMC ചെയർമാൻ അബ്ദുൾ സമദ് അണ്ടത്തോട് എന്നിവർ പങ്കെടുത്തു.
നെല്ലിവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശിയോടനുബന്ധിച്ചുള്ള സാംസ്കാരിക പരിപാടികൾക്ക് തുടക്കമായി. കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ബി അനന്തകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശൻ അധ്യക്ഷത വഹിച്ചു. ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടാലത്ത്, കേരള കലാമണ്ഡലം ഭരണസമിതി അംഗം ടി കെ വാസു, ബാലതാരം ശിവാനി എന്നിവർ മുഖ്യാതിഥികളായി. TCV റിപ്പോർട്ടർ റഷീദ് എരുമപ്പെട്ടി, മാധ്യമപ്രവർത്തകൻ കെ എൻ നിബേഷ്, നാദസ്വര കലാകാരൻ തിച്ചൂർ ഉണ്ണികൃഷ്ണൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് കലാമണ്ഡലം നാരായണൻ നായർ, പഞ്ചായത്ത് അംഗം MC ഐജു, തിരുവല്ലാമല ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ KK കല, ദേവസ്വം ഓഫീസർ PB ബിജു, ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി NK ഗോപാലൻ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് എരുമപ്പെട്ടി ഉമാ മഹേശ്വരി നൃത്തവിദ്യാലയം അവതരിപ്പിച്ച നൃത്യങ്ങൾ അരങ്ങേറി. ചാലക്കുടി ചോല ആർട്ട് ഗാലറിയിൽ 17 മുതൽ 24 വരെ പെയിന്റിംഗ് എക്സിബിഷൻ നടക്കും. 28 പ്രമുഖ കലാകാരന്മാരുടെ സൃഷ്ടികൾ എക്സിബിഷനിൽ പ്രദർശിപ്പിക്കും. ഞായറാഴ്ച വൈകിട്ട് 5-ന് മുതിർന്ന പത്രപ്രവർത്തകൻ R ബാലകൃഷ്ണൻ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്യും. ചിത്രകാരന്മാരായ SK നളിൻ, സുരേഷ് മുട്ടത്തി, ബീന സന്തോഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തൃശൂർ കോർപ്പറേഷൻ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി സീറോ വേസ്റ്റ് ക്യാമ്പയിൻ പൂത്തോൾ 38-ാം ഡിവിഷനിൽ നടന്നു. ഡിവിഷൻ കൌൺസിലർ സാറാമ റോബ്സൽ ഉദ്ഘാടനം നിർവഹിച്ചു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ പ്രവീൺ ജിബിൻ, ബ്ലസി ചാർലി എന്നിവർ നേതൃത്വം നൽകി. മനക്കുളങ്ങര ലയൺസ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന പ്രതിമാസ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പുകളുടെ 146ാമത്തെ ക്യാമ്പ് ഞായറാഴ്ച സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൊടകര GLP സ്കൂളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ക്യാമ്പ്. വാർത്താ സമ്മേളനത്തിൽ E ശശാങ്കൻ നായർ, K സജീവ് മേനോൻ, അനിൽ വടക്കേടത്ത് എന്നിവർ സംസാരിച്ചു. 4 ദിവസങ്ങളായി നടത്തുന്ന അണ്ടത്തോട് പെരിയമ്പലം ബീച്ച് ഫെസ്റ്റിവലിന്റെ സംഘാടക സമിതി രൂപീകരണം നടത്തി. 28, 29, 30, 31 തീയതികളാണ് അണ്ടത്തോട് പെരിയമ്പലം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പുന്നയൂർക്കുളം പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ബീച്ച് ഫെസ്റ്റിവൽ നടത്തുന്നത്. പുന്നയൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ശേഖർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EK നിഷാർ അധ്യക്ഷത വഹിച്ചു. കൊടകര വട്ടേക്കാട് തപോവനം ശ്രീ ദക്ഷിണാമൂർത്തി വിദ്യാപീഠം നവഗ്രഹ ക്ഷേത്രത്തിൽ ഞായറാഴ്ച ആരക്ഷക ഹോമവും ആദരണവും നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. ആദരണ ചടങ്ങ് കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ വകുപ്പ് മന്ത്രി പശുപതി കുമാർ പരസ് ഉദ്ഘാടനം ചെയ്യും. അശ്വനി ദേവ് തന്ത്രി അധ്യക്ഷത വഹിക്കും. വാർത്താ സമ്മേളനത്തിൽ അശ്വനി ദേവ് തന്ത്രി KR ദിനേശൻ, KK രവീന്ദ്ര ബാബു, IV ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. വാണിജ്യം. പുതുതലമുറയ്ക്കിണങ്ങിയ പുതുപുത്തൻ ലേഡീസ് ഫാഷൻ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരവുമായി ക്രേസി ബീഡ്സ് തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ MG റോഡിൽ നടുവിലാൽ ജംഗ്ഷന് സമീപം S കുമാർ കോംപ്ലക്സിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ പ്രവർത്തനം ആരംഭിച്ച ക്രേസി ബീഡ്സിന്റെ ഉദ്ഘാടനം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ML റോസി നിർവഹിച്ചു. തേക്കിങ്കാട് ഡിവിഷൻ കൌൺസിലർ പൂർണിമ സുരേഷ് വിശിഷ്ടാതിഥിയായിരുന്നു. ക്രേസി ബീഡ്സ് ഉടമ KF സാവിയോയുടെ മാതാവ് KP ശോഭ ആദ്യ വിൽപ്പന സ്വീകരിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ ക്രേസി ബീഡ്സ് സാരഥിയുടെ മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മാറിവരുന്ന വസ്ത്രസങ്കല്പങ്ങൾക്ക് അനുയോജ്യമായ വസ്ത്രവിസ്മയവുമായി പ്രവർത്തനം ആരംഭിച്ച ക്രേസി ബീഡ്സിൽ ഗുണമേന്മയാർന്ന വസ്ത്രങ്ങൾ അനുയോജ്യമായ വിലയിൽ ലഭ്യമാണ്. ഫാഷൻ സങ്കല്പങ്ങളെ മാറ്റിമറിക്കുന്ന ഷോപ്പിംഗ് അനുഭവമാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ബാംഗ്ലൂർ, മുംബൈ, ഡൽഹി എന്നിവിടങ്ങളിൽ നിന്നെത്തിച്ച വിവിധ ശ്രേണികളിലുള്ള ന്യൂജൻ വസ്ത്രങ്ങളുടെ കമ്പനീയ ശേഖരവും 399 രൂപ മുതൽ 999 രൂപ വരെ വിലയുള്ള സാധാരണക്കാരുടെ ബഡ്ജറ്റിനിണങ്ങിയ വസ്ത്രവൈവിധ്യവും ക്രേസി ബീഡ്സിന്റെ പ്രത്യേകതയാണ്. കുർത്തീസ്, വെസ്റ്റേൺ ഫ്രോക്സ്, കുർത്തി സെറ്റ്സ്, പാർട്ടി വെയർ, റെഡി ടു വെയർ സെറ്റ്സ്, ബോട്ടം വെയർ എന്നീ ഫാഷൻ വസ്ത്രങ്ങളുടെ പുതുപുത്തൻ ട്രെൻഡി കളക്ഷനുകളുമായി വസ്ത്രവൈവിധ്യങ്ങളുടെ പുതിയ ലോകം ഉപഭോക്താക്കൾക്കായി തീർത്തിരിക്കുകയാണ് ക്രേസി ബീഡ്സ്. സാംസ്കാരിക നഗരിയുടെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാനായി കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് ഒരുങ്ങി. ആഘോഷങ്ങളെ വരവേൽക്കാൻ അതിരില്ലാത്ത ഷോപ്പിംഗ് അനുഭവമാണ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് എല്ലായ്പ്പോഴും ഉപഭോക്താക്കൾക്ക് സമ്മാനിക്കുന്നത്. മികച്ച ഓഫറുകൾ അണിനിരത്തുന്ന ജിംഗിൾ സെയിലിലൂടെ ക്രിസ്മസ് ആഘോഷങ്ങൾ ഇക്കുറി വർണ്ണാഭമാക്കാൻ കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് സജ്ജമായി കഴിഞ്ഞു.
ക്രിസ്മസ് ഡെക്കോറുകൾ, വിവിധതരം കേക്കുകൾ, ക്രിസ്മസ് സ്പെഷ്യൽ സ്വീറ്റുകൾ, കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റ് ഹാമ്പറുകൾ, വൈനുകൾ തുടങ്ങി 500ഓളം നിത്യോപയോഗ സാധനങ്ങൾക്ക് വമ്പൻ ഓഫറുകളും 50% വരെ വിലക്കിഴിവുമാണ് ക്രിസ്മസിനോടനുബന്ധിച്ച് ജിംഗിൾ സെയിലിലൂടെ കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ഡിസംബർ 16 മുതൽ 24 വരെയാണ് ജിംഗിൾ സെയിൽ. ഒരു കുടുംബത്തിനാവശ്യമായ പച്ചക്കറി, നിത്യോപയോഗ സാധനങ്ങൾ മുതൽ വസ്ത്രം, ഇലക്ട്രോണിക്സ് അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ വരെ മികച്ച ഗുണമേന്മയിലും മിതമായ നിരക്കിലും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന കല്യാൺ ഹൈപ്പർ മാർക്കറ്റിന്റെ ജനകീയതയും വിശ്വാസ്യതയും നാൾക്കുനാൾ വർദ്ധിക്കുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ KP വിശ്വനാഥൻ അന്തരിച്ചു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് രാവിലെയായിരുന്നു അന്ത്യം. സംസ്കാരം നാളെ ഉച്ചതിരിഞ്ഞ് 3 പറമേക്കാവ് ശാന്തിഘട്ടിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനുവരി 2 തൃശൂരിലെത്തും. തേക്കിങ്കാട് മൈതാനിയിൽ BJP സംഘടിപ്പിക്കുന്ന സ്ത്രീ സംഗമം പരിപാടിയിൽ മോദി പങ്കെടുക്കും. വണ്ടിപ്പെരിയാർ കേസിൽ പോലീസ് അലംഭാവം കാട്ടിയെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. പഴഞ്ഞി പെങ്ങാമുക്കിൽ വീടിന് തീപിടിച്ചു. തീപിടുത്തത്തിൽ വസ്ത്രങ്ങളും ഫർണിച്ചറും ഇലക്ട്രോണിക് ഉപകരണങ്ങളും കത്തിനശിച്ചു. ഭാരതീയ വിദ്യാനികേതൻ തൃശൂർ ജില്ലാ കലോത്സവത്തിന് തിരുവത്ര ശ്രീ നാരായണ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ തുടക്കമായി. 26 സ്കൂളുകളിൽ നിന്നായി 1300ഓളം വിദ്യാർത്ഥികളാണ് കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.